നമസ്കാരം. മിസ്റ്റർ മമ്മൂട്ടി, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ എന്നാണ് ഈ വീഡിയോയുടെ തമ്പ്. ഇത് ഒറ്റ നോട്ടത്തിൽ കാണുന്നവർ വിചാരിക്കും മമ്മൂട്ടിയോടുള്ള അസഹിഷ്ണുത കൊണ്ട് പറയുകയാണ്. അതുകൊണ്ടല്ല, മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ടും ആരാധന കൊണ്ടും പറയുന്നതാണ്. 75-ാം വയസ്സിലും മലയാള സിനിമയുടെ തലതൊട്ടപ്പനായി നിന്നുകൊണ്ട് ഇന്ത്യൻ സിനിമയെ ലോക ചരിത്രത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മമ്മൂട്ടി. നമുക്കറിയാം, എക്കാലത്തെയും ഇന്ത്യൻ സിനിമയിലെ അതികായന്മാരിൽ ഒരാളാണ് അമിതാഭ് ബച്ചൻ. ഈ അമിതാഭ് ബച്ചനൊപ്പം 4 ദേശീയ പുരസ്കാരം പങ്കിടുന്ന ഏക നടൻ എന്നുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുകയാണ് ഇക്കുറി ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്ക. നമ്മൾ പണ്ടൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്ത് അവാർഡ് പ്രഖ്യാപിച്ചാലും ഏറ്റവും മികച്ച ഗായകനുള്ള അവാർഡ് KJ യേശുദാസിനെ കിട്ടും. കാരണം അദ്ദേഹത്തെ കവച്ചു വെച്ച് മുന്നോട്ട് പോകാൻ തക്കതായിട്ടുള്ള കഴിവോ അത്ര ആലാപന മാധുര്യമോ ഉള്ള ഗായകന്മാർ ആരും തന്നെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. MG ശ്രീകുമാർ ആണെങ്കിലും P ജയചന്ദ്രൻ ആണെങ്കിലും എല്ലാവരും ദാസേട്ടന് ഒരു പടി താഴെയാണ്. ദാസേട്ടൻ്റെ ഒരു മനോഹര ഗാനം ഉണ്ടെങ്കിൽ ആ ഗാനത്തിന് അവാർഡ് കൊടുക്കാതെ എങ്ങനെ ജൂറിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ആ ഗാനത്തെ എങ്ങനെ അവഗണിക്കാൻ കഴിയും? അപ്പോൾ യേശുദാസ് ഒന്നുകിൽ പാടുന്നത് നിർത്തണം, അല്ലെങ്കിൽ അവാർഡിൽ പങ്കെടുക്കുന്നത് നിർത്തണം, അല്ലെങ്കിൽ തനിക്ക് അവാർഡ് തരരുത് എന്ന് പറയണം. അങ്ങനെ നമുക്ക് ഒരു മനുഷ്യനോട് പറയാൻ കഴിയും. ഒരാൾ അയാളുടെ കഴിവിനെ പ്രകടിപ്പിക്കുന്ന ഒരു കലയാണ്. ഒരു ഗായകൻ എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആരാധനാമൂർത്തി തന്നെയാണ്. ഒരു ഗാനമാണ് നമ്മളെ എല്ലാത്തിലേക്കും നയിക്കുന്നത്, നമ്മുടെ സങ്കടങ്ങളെ അകറ്റുന്നത്, സന്തോഷങ്ങളെ കൊണ്ടുവരുന്നത്, ദുഃഖങ്ങളെ മറക്കുന്നത്. അത് യേശുദാസിൻ്റെ ശബ്ദത്തിൽ കേട്ടാൽ നമുക്ക് ഇരട്ടി സംതൃപ്തിയാണ് കിട്ടുക. അങ്ങനെയുള്ള ഒരാളോട് നിങ്ങൾ ഇനി അവാർഡിന് വേണ്ടി പാടരുത് എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ശ്രീ മമ്മൂട്ടിയോട്. മലയാളത്തിൻ്റെ മഹാനടൻ എന്ന മമ്മൂട്ടി കാലത്തിനനുസരിച്ച് മാറിയതാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് എന്ന് പറയുന്നത്. അദ്ദേഹം നമുക്കറിയാം 1971 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നത്. അതിനു മുമ്പ് കാലചക്രം എന്ന സിനിമയിൽ ഒരു റോളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, ഒരു വള്ളമൂന്നുകാരനായിട്ട്. പ്രേം നസീർ ഒരു വള്ളമൂന്നുകാരനാണ് ആ സിനിമയിൽ. അദ്ദേഹത്തെ പ്രേം നസീറിൻ്റെ മുതലാളി പിരിച്ചുവിടുമ്പോൾ അതിന് പകരം വരുന്ന ആളായിട്ട് വരുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയോട് ആ സിനിമയിൽ അദ്ദേഹത്തിന് ഡയലോഗൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഓർമ്മ. അത് ആദ്യത്തെ ചോദ്യം പ്രേം നസീർ മമ്മൂട്ടിയോട് ചോദിക്കുന്നത് എനിക്ക് പകരം വന്ന ആളാണ് അല്ലേ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു അറം പറ്റിയ ചോദ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അറം പറ്റുക എന്ന് നമ്മൾ പറയുന്നത് ദുരന്തങ്ങളെ സൂചിപ്പിക്കാനാണ്. പക്ഷേ ഇവിടെ ശുഭസൂചകമായിട്ടാണ് ഞാനത് പറഞ്ഞത്. എനിക്ക് പകരം വന്ന ആളാണല്ലേ എന്ന് ചോദ്യം. പ്രേം നസീർ മലയാളത്തിൻ്റെ താരസിംഹാസനത്തിൽ രാജാവായി വരുന്ന സമയത്താണ് മമ്മൂട്ടിയുടെ രംഗപ്രവേശം. പലവിധ റോളുകളിലൂടെ ഈ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ കഴിഞ്ഞ് മേളയിൽ അദ്ദേഹം വരുന്നു. അത് കഴിഞ്ഞ് സ്ഫോടനത്തിൽ സജിൻ എന്ന പേരിലാണ് വരുന്നത്. ആ മമ്മൂട്ടി അല്ലെ മുഹമ്മദ് കുട്ടി എന്ന പേരിന് മാറ്റി PG വിശ്വംഭരനാണ് സ്ഫോടനത്തിൽ സജിൻ എന്ന പേരിൽ വരുന്നത്. ആ സിനിമയിൽ നായക തുല്യമായ കഥാപാത്രം ചെയ്ത് മുന്നോട്ട് വന്ന മമ്മൂട്ടി പതുക്കെ പതുക്കെ വളർന്നു കയറുകയായിരുന്നു. ബ്രഹ്മാണ്ഡ ചിത്രം ഒരെണ്ണം അതിനിടയിൽ വന്നു, പടയോട്ടം. പ്രിയദർശൻ കഥ എഴുതിയിട്ട് ജിജോ സംവിധാനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ 70mm ചിത്രം. ഈ പടയോട്ടം സിനിമയിൽ മെയിൻ വില്ലൻ്റെ വേഷത്തിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ടു. അതിൽ നടൻ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ മമ്മൂട്ടിയുടെ ഈ വളർച്ചകൾ അദ്ദേഹത്തിലെ ഒരു നടനെ പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, അതായത് 80കൾ തൊട്ട് ഏതാണ്ട് 2000 വരെ ആ ഒരു കാലഘട്ടത്തിലാണ് മമ്മൂട്ടിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. മലയാള സിനിമയ്ക്കും ആ സമയത്താണ് ഏറ്റവും മികച്ച സിനിമകളും ഗാനങ്ങളും എല്ലാം ലഭിക്കുന്നത്. സത്യൻ മാഷിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു സിനിമയിലാണ് അദ്ദേഹത്തിന് ആദ്യം ഒരു അവാർഡ് കിട്ടുന്നത്. അത് അടിയൊഴുക്കുകൾ എന്ന് പറയുന്ന MT ചിത്രമായിരുന്നു. അതിൽ കരുണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ, അനുഭവങ്ങൾ പാളിച്ചകൾ അല്ലെങ്കിൽ ചെമ്മീനിലെയൊക്കെ സത്യനെ പോലെയുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അതിൽ അവതരിപ്പിച്ചത്. പക്ഷെ മമ്മൂട്ടിയെ തേടി ആദ്യ അവാർഡ് എത്തുന്നത് ഏറ്റവും മികച്ച രണ്ടാമത്തെ നടൻ 1981 അഹിംസ സംസ്ഥാന അവാർഡ് അദ്ദേഹം നേടിയെടുക്കും. പിന്നീട് നമുക്കറിയാം മമ്മൂട്ടിയുടെ ഒരു കയറ്റിറക്കങ്ങളാണ്. മമ്മൂട്ടി മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ച സിനിമകളുണ്ട്. മിക്കപ്പോഴും മോഹൻലാൽ വില്ലൻ വേഷത്തിലേക്ക് ഒതുങ്ങുമ്പോൾ മമ്മൂട്ടി നായക കഥാപാത്രത്തെ കൈകാര്യം ചെയ്ത നിരവധി സിനിമകളുണ്ട്. ഏറ്റവും ആകർഷണീയം
ആ മലയാള സിനിമയുടെ ഒരു ആക്ടിങ് രീതിക്ക് വന്ന ഒരു മാറ്റമാണ്. നമുക്കറിയാം സ്റ്റുഡിയോ ഫ്ലോറുകളിൽ ഒതുങ്ങി നിന്ന സിനിമ ഔട്ട്ഡോറിലേക്ക് വരുന്ന സമയത്ത് നാടകീയമായ സംഭവ വികാസങ്ങളും നാടകീയമായ അഭിനയങ്ങളും നാടകീയമായ ഡയലോഗുകളും എല്ലാം ആ ഒരു നാടകീയതയിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രമായി ഒരു സിനിമയുടെ ഒരു പശ്ചാത്തലം, ഒരു വേറിട്ട ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിൽ മമ്മൂട്ടി വഹിച്ച പങ്ക് വളരെ വലുതാണ്. പിന്നീട് വ്യത്യസ്തമായ വേഷങ്ങൾ, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ അത്രയും വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത ഒരു നടനും ഉണ്ടാകാൻ സാധ്യതയില്ല. ദിലീപ് അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളിൽ മാറ്റം വരുത്തി കുറേ സിനിമകൾ, കുഞ്ഞിക്കൂനൻ പോലെയുള്ള സിനിമ, സൗണ്ട് തോമ പോലെയുള്ള സിനിമകൾ കൊണ്ടുവരികയുണ്ടായി. എന്നാൽ മമ്മൂട്ടി എന്ന നടൻ്റെ അപാരമായ ആ അഭിനയിക്കാനുള്ള കഴിവ് അത് മലയാള സിനിമ നന്നായി പ്രയോജനപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിരുകൾ താണ്ടി നോർത്തിലേക്കും ഹിന്ദി സിനിമയിലേക്കും എല്ലാം പോയത്. മമ്മൂട്ടി എന്ന വ്യക്തി, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന മലയാള നടൻ ഇന്ത്യയുടെ മൊത്തം അറിയപ്പെടുന്ന ഒരു നടനായി മാറിയത് അങ്ങനെയാണ്. ഈ അദ്ദേഹത്തിൻ്റെ ദേശീയ അവാർഡുകളിലേക്ക് വന്നാൽ നമുക്കറിയാം 1998 ഏറ്റവും അവസാനം അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടുന്നത് ഈ ഡോക്ടർ BR അംബേദ്കർ എന്ന സിനിമയ്ക്കായിരുന്നു. അതിനുശേഷം 2022 നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് അദ്ദേഹം ദേശീയ അവാർഡിന് തൊട്ടടുത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ കാതൽ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമ അത് രണ്ടും സംസ്ഥാനത്ത് അവാർഡ് വാരിക്കൂട്ടിയതാണ്. മമ്മൂട്ടിയുടെ കാലക്രമത്തിൽ ആദ്യം അദ്ദേഹം വടക്കൻ വീരഗാഥയിലാണ് ആദ്യ അവാർഡ് കിട്ടുന്നത്. പിന്നെ വിധേയൻ, പൊന്തന്മാട തുടങ്ങിയ സിനിമകളിലൂടെ വന്നു. പിന്നീട് വന്നതാണ് ഈ അംബേദ്കർ. ഏറ്റവും അവസാനമായി ഭ്രമയുഗം എന്ന സിനിമയിൽ എത്തിച്ചത്. എന്താണ് മമ്മൂട്ടിയുടെ വിജയം? ഒരു വക്കീലായി മാത്രം മാറേണ്ടിയിരുന്ന ഒരാൾ, കോടതി മുറികളിൽ തീ പാറുന്ന വാദമുഖങ്ങൾ കാഴ്ചവെക്കേണ്ട ഒരാൾ, അദ്ദേഹം ഒരു സിനിമാ നടനായി മാറുന്നു. പലതവണ അദ്ദേഹം അഭിഭാഷകൻ്റെ വേഷം കോടതി മുറികളിൽ ചെയ്തിട്ടുണ്ട്. നരസിംഹത്തിലെ നന്ദഗോപാൽ മാരാർ പോലെയുള്ള കഥാപാത്രങ്ങൾ. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ അർപ്പണ മനോഭാവം, അദ്ദേഹം കാണിച്ചിട്ടുള്ള ത്യാഗം, അതാണ് അദ്ദേഹത്തെ ഇന്നും സൂപ്പർ സ്റ്റാറായിട്ട് മലയാള സിനിമയിൽ നിലനിർത്തുന്നത്. 75 വയസ്സിലും നായകനായിട്ട് അഭിനയിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മൾ തമിഴ് സിനിമയിലും കന്നഡ സിനിമകളിലും ഒക്കെ നമ്മൾ ഇത്രയും പ്രായം ചെന്ന നായകന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവർ അമാനുഷിക ശക്തികളായിട്ടാണ് അവരിപ്പോഴും ആ സിനിമകളിൽ അഭിനയിക്കുന്നത്. പക്ഷേ മമ്മൂട്ടിയുടെ സിനിമകളുടെ പ്രത്യേകത എന്താ? മമ്മൂട്ടി തൻ്റെ കൊച്ചുമകനാകാൻ പ്രായമുള്ള സംവിധായകരെ വരെ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളൊരു തമാശ രൂപത്തിലാണ് പറയുന്നതെങ്കിൽ പോലും സത്യമാണ്. യുവതലമുറയുടെ, മാറുന്ന തലമുറയുടെ മാറ്റ് അറിഞ്ഞ്, രസക്കൂട്ടുകൾ അറിഞ്ഞ് അവർക്കൊപ്പം സഹകരിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതുമുഖ സംവിധായകർ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഡേറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ രാഹുൽ സദാശിവൻ്റെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിൽ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ ആ സിനിമയുടെ ഒരു പശ്ചാത്തലം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്ത ഒരു പശ്ചാത്തലം. റോഷാക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു സിനിമ. ഇതിലൊക്കെ മമ്മൂട്ടിയുടെ അഭിനയ ചാതുരിയെ നമ്മൾ വാഴ്ത്തേണ്ടതാണ്. വാഴ്ത്തുക തന്നെ വേണം. കാരണം അത് വാഴ്ത്തി പാടുക എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. മമ്മൂട്ടി എന്ന നടൻ, ആ ഒരു നടന് ഇപ്പോഴും ആഗ്രഹങ്ങളാണ്. എന്താണ്? പുതിയ പുതിയ വേഷങ്ങളിലേക്കുള്ള ആഗ്രഹങ്ങൾ, പുതിയ പുതിയ മേഖലകളിലേക്കുള്ള ആഗ്രഹങ്ങൾ. 75 വയസ്സായ ഒരാൾ പണി നിർത്തി വീട്ടിലിരുന്നു കൂടെ യുവാക്കൾക്ക് വഴി തുറന്നുകൂടെ? നിങ്ങൾ ഈ അവാർഡുകളെല്ലാം വാരിക്കൂട്ടുന്നതുകൊണ്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ ചോദിക്കും. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ മറുപടിയാണുള്ളത്. അവാർഡുകൾ അദ്ദേഹം അങ്ങോട്ട് ചെന്ന് പിടിച്ചെടുക്കുന്നതല്ല, അവാർഡുകൾ അദ്ദേഹത്തെ തേടി വരുന്നതാണ്. 75-ാം വയസ്സിലും അദ്ദേഹം ന്യൂ ജെന്നായി മാറുന്നെങ്കിൽ നിങ്ങളും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരൂ എന്ന് നമുക്ക് പറയാനുള്ളൂ. കാരണം അദ്ദേഹം കാണിച്ചു തരുന്ന ആ വഴികൾ. എന്തിന് അദ്ദേഹത്തിൻ്റെ മകനായ ദുൽഖർ സൽമാന് പോലും ഒരു സിനിമ ഇറങ്ങിയിട്ട് എത്ര കാലമായി? ഈ ദുൽഖർ സൽമാൻ ന്യൂ ജെന്നിൻ്റെ ഒരു ആവേശവും ഒക്കെ ആയിട്ടുള്ള ഒരു നടനാണ്. എല്ലാ ഭാഷകളിലും അഭിനയിക്കുന്നതാണ്. മമ്മൂട്ടിയെ പോലെ തന്നെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്, അറിയപ്പെടുന്ന ഒരു നടനാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ മമ്മൂക്ക, അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഇപ്പോഴും ചെയ്യുന്ന ഈ വേഷങ്ങളിലൂടെ ഈ സിനിമകൾ വിജയിപ്പിച്ചെടുക്കുന്ന രീതിയിൽ ദുൽഖറിന് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചിന്തിക്കുക. അവിടെയാണ് മമ്മൂട്ടിയും മറ്റ് നടന്മാരും മലയാള സിനിമയും മറ്റ് സിനിമകളും തമ്മിലുള്ള വ്യത്യാസം. മമ്മൂട്ടി എന്ന മഹാനടൻ്റെ ഈ അവാർഡ് ലബ്ധിയിൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടതുണ്ട്. കാരണം ഈ തവണ അദ്ദേഹത്തിന് അവാർഡ് നമ്മൾ ഉറപ്പിച്ചിരുന്നതാണ്. ഈ 2024 അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ കൊടുമൺ പോറ്റി അല്ലാതെ മറ്റൊരാൾ കൂടി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്
നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ 2 പേർക്കാണ് ഇത്തവണ അവാർഡ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് വീണ്ടും അഭിനന്ദനം നേരുന്നു. കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടാൻ വീണ്ടും അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹം ഒരു അവാർഡ് മോഹിയാണ്, ഒരു അവാർഡ് ദാഹിയാണ്. ആ ദാഹം തുടരട്ടെ. മലയാളത്തിന് നല്ല സിനിമകൾ ലഭിക്കട്ടെ. മമ്മൂട്ടിക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.